ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്തു പറയുന്നു? സുഖമായിരിക്കുന്നു? ഞങ്ങളിവിടെ എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കുന്നു. ഇന്നൊരു ഡേ ഇൻ ആർ ലൈഫ് വ്ളോഗാണ് കേട്ടോ. ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ്, സാറ്റർഡേ ആണ്. ഇവിടെ ഇപ്പോൾ ബാംഗ്ലൂരിൽ നല്ല തണുപ്പാണ്, നല്ല കൂൾ വെതറാണ് ഇപ്പോൾ. ആക്ച്വലി ഒരു രണ്ടും കൂടിയിട്ടുള്ള മിക്സ്ഡ് ഒരു ക്ലൈമറ്റാണ് ഇപ്പം. വിധു യൂഷ്വലി നേരത്തെ എണീക്കാറുണ്ട്, അപ്പോൾ ഇന്നിപ്പം നേരത്തെ എണീറ്റിട്ട് കളിക്കുകയായിരുന്നു. ഇഷ്ടമായ കുട്ടിക്ക്? സോ ഞങ്ങൾ കുറച്ച് നേരം രാവിലെ ഇവിടെ ഈ ബാൽക്കണിയിലൊക്കെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവിടെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട് പ്ലേ ഗ്രൗണ്ടിൽ. സോ അതൊക്കെ കണ്ട് വെഹിക്കിൾസിൻ്റെ സൗണ്ടൊക്കെ ഫോക്കസ്ഡ് ആക്കി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിധു ഉറങ്ങി. വിധു കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഫീഡ് ചെയ്തിട്ട് ഉറക്കി കൊടുത്തിട്ട് ഞാൻ വേഗം പോയി കുളിച്ച് വന്നു കേട്ടോ. ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടന്റ് ആയിരിക്കും. സോ എൻ്റെയും വിധുവിൻ്റെയും ഡേ ഇൻ മൈ ലൈഫാണ്. സോ യൂഷ്വലി വീക്കെൻഡ്സിൽ മാത്രമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റുക. ഈ കാര്യങ്ങൾ തന്നെ നോർമൽ ഡേയ്സിലും ഉണ്ടാവും, പക്ഷേ ആ സമയത്ത് കുറച്ച് വേഗം ആയിരിക്കും. ബിക്കോസ് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വർക്കിനിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമുക്കെന്തായാലും വാവ എണീറ്റു, കുറച്ച് നേരം കളിച്ചു. ഞാൻ കുളിക്കുന്ന നേരത്തെ കുറച്ച് നേരം കളിച്ചിട്ട് ഇപ്പം ഞാൻ അവനെ ഫീഡ് ചെയ്തു. അവ ഉറങ്ങിയപ്പോൾ. സോ അവ ഉറങ്ങുന്ന ഗ്യാപ്പിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇന്നലെ ഞാൻ ആക്ച്വലി ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാറട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു തരും. കുക്കറിൽ പരിപ്പുണ്ട്, അതാവട്ടെ, അപ്പോഴത്തേന് ചായ വയ്ക്കാം. എത്ര പേർക്ക് ഏലക്കിട്ട ചായ ഇഷ്ടമാണ്? എനിക്ക് ഏലക്കിട്ട ചായ ഇഷ്ടമാണ്. സോ കുറച്ച് എക്സ്റ്റേണൽ നോയ്സസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രിങ്കൊക്കെ കുടിച്ച്, ചൂടുണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ ഞാൻ അതവിടെ വെച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ടാക്കാൻ, സാമ്പാറിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ടാക്കി വെക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ സാമ്പാർ അത് തളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഡൺ. പിന്നെ ചായ റെഡിയായി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി വാവ നീക്കിനായിട്ട് മുമ്പ് കുറുക്ക് ഉണ്ടാക്കിയിട്ട് അവൻ്റെ വെള്ളം ചൂടാക്കി വെച്ചാൽ അവനെ കുളിപ്പിച്ചിട്ട് കുറുക്ക് കൊടുത്ത് അവൻ ഉറക്കി കൊടുക്കാം. അപ്പം ഓൾസോ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, ഓൾ സെറ്റ് ടു ടേബിൾ. ഇനി വാവയ്ക്ക് കുറുക്ക് ഉണ്ടാക്കണം. ആൻഡ് ദ ക്ലീനിങ് ഈസ് ഓൾസോ ഡൺ.
സോ വിധു എണീറ്റു. അപ്പോൾ വിധുവിന് ഞാൻ ഫീഡ് ചെയ്തിട്ട് അവൻ കുറച്ച് നേരം പ്ലേ മാറ്റിലിരുന്ന് കളിക്കും രാവിലെ. അപ്പം ഞാൻ അവിടെ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഞാനും ഏട്ടനും കൂടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഏട്ടനും വിധുവും കൂടിയിട്ട് ഇനി ഒരു പ്ലേ ടൈമാണ് കേട്ടോ. കുറച്ച് നേരം കളിക്കും. വീക്കെൻഡ്സിലാണ് ഇങ്ങനെ ടൈം കിട്ടുക. അപ്പോൾ കളിക്കുകയാണ് അവരുണ്ടാക്കാരും. അപ്പം ഞാൻ ക്ലീനിങ്ങൊക്കെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കാനും റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുവാണ്. അപ്പോൾ വാവയ്ക്കുള്ള കുറുക്ക് റെഡിയാക്കുകയാണ് കേട്ടോ. യൂഷ്വലി ഞാൻ അവന് രാവിലെ ഒന്നെങ്കിൽ രാഗി അല്ലെങ്കിൽ കായക്കുറുക്കാണ് റെഡിയാക്കാറ്. അപ്പോൾ കൽക്കണ്ടം പനക്കൽക്കണ്ടം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി കൽക്കണ്ടം ഇടാറില്ല. ഞാനത് സിറപ്പാക്കിയിട്ട് അതിൽ ചില ഡസ്റ്റേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് സിറപ്പാക്കി സ്ട്രെയിൻ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് അതിൽ ലിക്വിഡാക്കിയിട്ട് അതങ്ങനെ ഒഴിക്കാറ്. സിറപ്പായിട്ടാണ് യൂസ് ചെയ്യാറ്. അപ്പം ആ ലംസൊക്കെ കളഞ്ഞിട്ട് ഞാനിപ്പം കായക്കുറുക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറുക്ക് റെഡിയായി. അപ്പോൾ വാവേനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ റെഡിയാക്കിയിട്ടാണ് കുറുക്ക് കൊടുക്കാറ്. കുറുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉറക്കി കൊടുക്കും. യൂഷ്വലി വീക്കെൻഡ്സിലാണ് കേട്ടോ നെയിൽസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറ്. അപ്പം വാവ ഉറങ്ങിയ ടൈമിലാണ് ഞാൻ നെയിൽ കട്ട് ചെയ്തത്. അപ്പോൾ ഇടയ്ക്ക് എണീക്കും. അപ്പോൾ ഞാൻ വേഗം ഒന്ന് തട്ടിക്കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള കണ്ടിന്യൂ ചെയ്യും കേട്ടോ. അപ്പോൾ വാവ ഉറങ്ങിയപ്പോൾ ഞാൻ വാവേനെ തൊട്ടിയിൽ കെടുത്തിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് വന്നായിരുന്നു കേട്ടോ. ഗോകുലേട്ടനും ബിനീഷേട്ടനും ഒക്കെ. ഗോകുലേട്ടൻ കല്യാണത്തിന് ഞാൻ കണ്ടതാണ്, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഗോകുലേട്ടൻ ദുബായിലായിരുന്നു. അപ്പോൾ വാവേനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഗോകുലേട്ടൻ നല്ല അടിപൊളിയായിട്ട് പാടും. ഞാൻ എന്തായാലും ക്ലിപ്പിങ്സ് ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അജുട്ടത് അവിടെ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഗോകുലേട്ടൻ്റെ പാട്ട് കേൾക്കാം കേട്ടോ. മയ്യണി കണ്ണിന്റെ മഞ്ചാടിക്കടവത്ത് മണിമാരൻ വരുന്നതും കാത്ത് കസ്തൂരി നിലാവിന്റെ കനവ് പുൽപ്പായ ഉറങ്ങാതിരുന്നോളെ ഉറങ്ങാതിരുന്നോളെ എന്തേ ഒന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തു പിൻകിന്നരൻ, ആകാശത്തു പിൻകിന്നരൻ. മണിവള തിളങ്ങണ കയ്യാലെ വിരഞ്ഞൊട്ടി വിളിച്ചവളാരാണ്, മണിവള തിളങ്ങണ കയ്യാലെ വിരഞ്ഞൊട്ടി വിളിച്ചവളാരാണ്, മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശ്രുതി മുഴക്കണതാരാണ്, മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശ്രുതി മുഴക്കണതാ, വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവേ, ഓ കളിയായി പാടാൻ എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിന്നെയുറക്കാൻ പഴയൊരു ഗസലിൻ, നിന്നെയുറക്കാൻ പഴയൊരു ഗസലിൻ മാസ്മര മധുരം മുഖരാൻ, മാസ്മര മധുരം മുഖരാൻ. മണിവള തിളങ്ങണ കയ്യാലെ വിരലൊട്ടി വിളിച്ചവളാരാണ്, മണിവള തിളങ്ങണ കയ്യാലെ വിരലൊട്ടി വിളിച്ചവളാരാണ്,
മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം ഒരു ശ്രുതി മുഴക്കണതാരാണ് മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം ഒരു ശ്രുതി മുഴക്കണതാരാണോ വിളക്കിന്റെ നാൾ പോലെ പൊൻതൂവൽ വീശു മാറ്റേറും മഴക്കാവി ഓ കളിയായി പാടാ അപ്പോൾ എല്ലാവരും ചായക്ക് കുടിച്ചിട്ടാണ് കേട്ടോ പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വാവയ്ക്ക് കുറുക്ക് കൊടുത്തു. ഇപ്പം ഞാൻ ആക്ച്വലി ആപ്പിളിൻ്റെ പ്യൂരിയാണ് കേട്ടോ കൊടുക്കുന്നത്. അത് നല്ല വേവിച്ചിട്ട് സ്റ്റീം ചെയ്തിട്ട് അത് പ്യൂരി ആക്കിയിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ ആപ്പിൾ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പംകിൻ സ്റ്റാർട്ട് ചെയ്തു. സോ ഇപ്പോൾ ടൈം ഒരു 7 o'clock ആയി. വിളക്കെത്തിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക കേട്ടോ. വിതുട്ട അമ്മയുടെ കയ്യിലുണ്ട്. അമ്മ എൻ്റെ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു. ഇവിടെ ബാംഗ്ലൂർ തന്നെയാണ്. ഞാനിന്ന് വിചാരിക്കുന്നത് ബ്രിഞ്ചോളായിട്ടൊരു ഫ്രൈയും കയ്പ്പയ്ക്ക് ഉപ്പേരും പിന്നെ കറിയും ചോറും സെറ്റാണ്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ ഏട്ടൻ എന്തെങ്കിലും ഫിഷായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ ഫിഷ് ഫ്രൈ. രാത്രിക്ക് ഇത് സെറ്റാക്കി കഴിഞ്ഞാൽ അവനൊരു കായക്കുറുക്കൊന്ന് ആക്കണം. കായക്കുറുക്കാക്കിയിട്ട് അവന് വൈകുന്നേരം കായക്കുറുക്ക കൊടുക്കുക. അപ്പോൾ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കിച്ചടിക്ക് വന്നതാണ് കേട്ടോ. ഏട്ടനോടാണ് ഈ സംസാരം, ഈ ആക്ഷൻസ് കാണിക്കുന്നത്. എന്നെ എന്തോ സംസാരിക്കുകയാണ്. അപ്പോൾ ഏട്ടനോടാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ വാവയ്ക്ക് കുറുക്ക് കൊടുത്ത് വാവേനെ ഉറക്കി കൊടുത്തു. ഇനി ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് ഇതാ കിച്ചണൊക്കെ സെറ്റായി ക്ലീനായി. സോ ഇതാണ് കേട്ടോ എൻ്റെയും വാവയുടെയും ഡേ ഇൻ ആർ ലൈഫ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.